ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ലുക്ക്. ആരടാന്ന് ചോദിച്ചാൽ ഇത് മലയാളത്തിന്റെ മഹാനടനാടാ. മഹാനടൻ മമ്മൂക്കയാടാന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വെറൈറ്റി ലുക്കിലാണ് മമ്മൂക്ക ഈ ചത്ത പച്ച എന്ന് പറഞ്ഞ സിനിമയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. പൊന്നാര മക്കളെ, ഒന്നും പറയല്ല, തിയേറ്റർ പൂരപ്പറമ്പാവും എന്നുള്ള ഒരുവിധ സംശയമില്ല. മമ്മൂക്ക അത് കത്താൻ വേണ്ടി പോകണം. ഓൾറെഡി ഇപ്പൊ അതിന്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അതിന്റെ ഫോട്ടോ ഇങ്ങനെ ആ ലുക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, കത്തിച്ചോണ്ടിരിക്കുകയാണ് മമ്മൂക്ക. അപ്പോ ചത്താപ്പച്ച റിലീസ് ആവാൻ വേണ്ടി പോവാണ്. 22-ാം തീയതി റിലീസ് ആവാൻ വേണ്ടി പോവാണ്. തിയേറ്റർ പൂരപ്പറമ്പാവും, തിയേറ്റർ കത്തും, തിയേറ്റർ തൂക്കും, അതിൽ യാതൊരുവിധ സംശയമില്ല. എന്റെ പൊന്നാര മുത്തുമണികളെ, ചവറാക്കാൻ വേണ്ടി പോവാണ് നമുക്ക്. ചവറാക്കാൻ വേണ്ടി പോവാണ്. കളങ്കാവലിന് ശേഷം മമ്മൂക്കയുടെ സിനിമ, മമ്മൂക്ക കാമിയോ റോളിൽ എത്തുന്ന സിനിമയാണ് ചത്താ പച്ച എന്ന് പറഞ്ഞ സിനിമ. ദ റിംഗ് ഓഫ് റൗഡീസ്. അടിയുടെ പൊടി പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പൂരാണ്. അർജുൻ അശോകൻ അതുപോലെ തന്നെ ടീമായിട്ട് മെയിൻ റോളിൽ എത്തുന്ന, കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഈ കാമിയോ റോളുണ്ട്. ഒരു വെറൈറ്റി തന്നെ. മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ഒരു വെറൈറ്റി റോളിലാണ് മമ്മൂക്ക വരാൻ വേണ്ടി പോകുന്നത്. ചത്താ പച്ച വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഇല്ല, ഒരു ഒന്നൊന്നര വെറൈറ്റി. ആ നിലക്ക് മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത, സിനിമാ ലോകം ഇന്ന് വരെ കാണാത്ത വെറൈറ്റി ലുക്കിലും വെറൈറ്റി സ്റ്റൈലിലും നമുക്ക് ഇടക്കിടക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഓരോരോ ഫോട്ടോസ് പങ്കുവെക്കാറുണ്ട്, ഓരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് നമുക്കവിടെ. അത് ആ ഫോട്ടോസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റഗ്രാം കത്തിച്ചിരിക്കുന്നൊക്കെ പറയുന്ന പോലെ കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ജാതി ലുക്കിൽ വരുന്ന സമയത്ത് പടം എന്താകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരിയാകും. തീപ്പാറുന്ന മരണ ഇടി എന്ന് പറഞ്ഞാൽ മാസിടി, അത് കിൻഡലിടി എന്നൊക്കെ പറയില്ലേ, കിൻഡലിടി എന്നൊക്കെ പറയണതിന്റെ ആജാതി ലെവലിൽ ഇടിവെട്ട് സാധനമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇടിവെട്ട് സാധനം എന്ന് പറഞ്ഞാൽ മലയാളികൾ ഇന്ന് വരെ കാണാത്ത വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികൾ മമ്മൂക്കാടെ വെറൈറ്റി കണ്ടോ. വെറൈറ്റിയിൽ മമ്മൂക്കാനെ വെല്ലാൻ ആരുമില്ല, അത് വേറെ കാര്യം. വെറൈറ്റിയിൽ മമ്മൂക്കയെ വെല്ലാൻ മലയാള സിനിമയിൽ ആരും തന്നെ ഇല്ല, 100% ഉറപ്പാണ്. അപ്പൊ അമ്മാതിരി വെറൈറ്റിയിലാണ് ഈ ചത്താ പച്ച എന്ന് പറഞ്ഞ സിനിമയിൽ കാമിയോ റോളിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കത്തുന്നുള്ളതിൽ 100% ഉറപ്പാണ്. തിയേറ്റർ പൂരപ്പറമ്പാവുന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. വെറൈറ്റി കഥയാണ് മലയാളികൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? വെറൈറ്റി കഥാപാത്രം, വെറൈറ്റി ലുക്ക്, വെറൈറ്റി ലെവല്. ആ വെറൈറ്റി ലെവല് മൊത്തം ഉൾക്കൊണ്ട് ആവാഹിച്ച് മലയാളികളെ, പ്രേക്ഷകരെ പുളകം കൊള്ളിക്കുന്ന ഒരേ ഒരു നടൻ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. മലയാളികൾക്ക് വെറൈറ്റികൾ സമ്മാനിക്കുന്ന ഒരേ ഒരു നടനുണ്ട് എങ്കിൽ, മലയാള സിനിമയിൽ ഒരേ ഒരു നടനുണ്ട് എങ്കിൽ അത് മമ്മൂക്കയാണ്. അപ്പൊ കാമിയോ റോളാണെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യണ്ട, അത് കാമിയോ റോളല്ലേ എന്ന് കാത്തിരിക്കണ്ട. പക്ഷെ കാമിയോ റോള് എന്ന് പറഞ്ഞാൽ ചില്ലറ കാമിയോ റോൾ, വെറൈറ്റിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വെറൈറ്റി കൊടുക്കാൻ മമ്മൂക്കാക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് വെറൈറ്റികൾ 2026 തുടങ്ങിയിട്ടുള്ളൂ. 2025 ഓൾറെഡി തൂക്കിക്കഴിഞ്ഞ്, 2026, ഈ 2026 മമ്മൂക്ക തൂക്കും എന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട. 100% മമ്മൂക്ക 2026 എന്തായിരിക്കും, തൂക്കിയിരിക്കും. അപ്പോ വെറൈറ്റി കാണാൻ ആഗ്രഹിക്കുന്നവര്, വെറൈറ്റി ലുക്കും വെറൈറ്റി അഭിനയവും വെറൈറ്റി ലെവലും കാണാൻ ആഗ്രഹിക്കുന്നവർ വേഗം ഇപ്പോൾ 22-ാം തീയതി ചത്താപ്പച്ച കാണാൻ വേണ്ടി പോയിക്കോളൂ. കാശ് മുതലാകും, അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം മമ്മൂക്കയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് വെറൈറ്റി സമ്മാനിക്കുന്ന നടനുണ്ട് എങ്കിൽ അത് മമ്മൂക്കയാണ്. അപ്പോൾ 22-ാം തീയതി ചത്താപ്പച്ച റിലീസാവാണ്. പടം വൻ ഹിറ്റാവട്ടെ, വൻ വിജയമാകട്ടെ. എന്ത് ചില്ലറ വിജയമല്ല, പടം വൻ ഹിറ്റാവട്ടെ.
ഒരുപാട് ഭാഷകളിൽ വേൾഡ് വൈഡ് ആയിട്ടാണ് റിലീസ് ആവുന്നത്. ഒരുപാട് ഭാഷകളിൽ സിനിമ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പിച്ചോളി മക്കളെ, തിയേറ്റർ പൂരപ്പറമ്പാകും എന്നുള്ള ഒരു സംശയം വേണ്ട. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.